ഇന്ന് OTT-ൽ ഒരു സിനിമ കാണാനിടയായി. അപ്പോൾ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താം എന്ന് കരുതി. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയാണ്. 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇത് നടന്നൊരു കഥയാണ്. 2011 ഒരു അമ്മ 2 മക്കളെ വീണ്ടെടുക്കാൻ നോർവേയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മയ്ക്ക് കടന്നുറങ്ങാൻ പറ്റില്ല. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് വായിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഫോർക്ക് ഉപയോഗിക്കണം, സ്പൂൺ ഉപയോഗിക്കണം. അങ്ങനെ കുറെ 1-2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് കുഞ്ഞുങ്ങളെ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തണം. ഒരു ചെറിയ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കടത്തണം എന്നാണ് പറയുന്നത്. ഈ കുഞ്ഞിന് ഏകദേശം 5 മാസം മാത്രമേ പ്രായമുള്ളൂ കേട്ടോ, അത് ഓർക്കണം. ഇതിനകത്ത് റാണി മുഖർജി എന്ന് പറഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊരു അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ലേഡി ആ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയിൽഡ് ഇറ്റ്, ഒന്നും പറയാനില്ല റാണി മുഖർജി. അതുപോലെ ഇവരുടെ നേരത്തെ ഒരു പടം ഇറങ്ങിയ പടമാണ് ഹിച്ച്കി എന്ന് പറഞ്ഞ അസുഖത്തെ എത്ര ക്ലിയർ ആയിട്ടാണ് ടീച്ചറായിട്ട് അവർ നോക്കുകയാണ്. ടൂററ്റ് സിൻഡ്രം എന്ന് പറഞ്ഞ അപ്പൊ ആ അസുഖം വളരെ ഭംഗിയായിട്ട് ആ സിനിമയെ കാണിച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ മർദാനി 3 ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ മർദാനി 3ക്കും പോസിറ്റീവ് റിവ്യൂ ആണ് വരുന്നത്. ഈ 3 സിനിമ മർദാനി 1, 2 കണ്ടതാണ്. മർദാനിക്ക് 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ റാണി മുഖർജി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഫസ്റ്റ് തുടങ്ങി അവസാനം വരെ അവർ ആ ഫൈറ്റ് ചെയ്യണം. ആ റിയലി നടന്ന ഒരു സിനിമ, ഒരു കഥയാണ്. ട്രൂ ഇൻസ്പയർഡ് ഇവന്റ്സ് ആണ്. 2011 നോർവേയിൽ വെച്ച് നടന്ന കഥയാണ്. അപ്പൊ ആ ഒരു ഇവന്റ്സ് അതിനെ ഭംഗിയായിട്ട് എത്രത്തോളം അവതരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം. മിഡിലിൽ കുറച്ച് ഒന്ന് ലാഗ് അടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് കോർട്ട് റൂം ഡ്രാമയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത, കണ്ണ് നനയാതിരിക്കാൻ കഴിയാത്ത കുറെ രംഗങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാസ്റ്റിംഗ്. ഈ റാണി മുഖർജി ഇത്രത്തോളം അഭിനയിച്ചത് കൊണ്ട് ഇതിന്റെ ഡയറക്ടർ ആരാന്നൊക്കെ നോക്കാം. അഷിമ ചിബ്ബാർ എന്ന് പറഞ്ഞ ഒരു ആളാണ്. ഇവര് തന്നെ എഴുതി ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഈ 2011 ചക്രവർത്തി എന്നൊരു ലേഡി, ആ ലേഡിക്ക് ഉണ്ടായ അവരുടെ റിയൽ ലൈഫിലുണ്ടായ ഇൻസ്പയർഡ് ഇവന്റ്സ്. അതുപോലെ തന്നെ ഇത് ഏകദേശം പടം 144 മിനിറ്റേ ഉള്ളൂ. 29 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ സിനിമ 36.53. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ കുറെ എന്താ പറയാ, ഒരു മനുഷ്യ മനസ്സിനെ അലിയിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ രംഗങ്ങൾ കോർത്തിണക്കിയ ഒരു സിനിമ എന്നൊക്കെ പറയാം. നോർവീജിയൻ ഒരു സിനിമ, നോർവേയിലാണ് ഇതിന് പടത്തിന്റെ കുറെ ആദ്യ ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. അവസാനം മാത്രമേ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ ലീഡിംഗ് റോൾ, അത് കിട്ടിയിട്ടുണ്ട് റാണി മുഖർജി. ഫിലിം ഫെയർ അവാർഡ്, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഇവരുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. നിങ്ങൾ തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ ഈ റാണി മുഖർജിയുടെ ആക്ടിങ് കാണാൻ മാത്രം നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ സമയം ഒട്ടും മോശമാവില്ല. ഈ സിനിമ ഒരു അമ്മയ്ക്ക്, ഒരു ഫാമിലി ആൾക്ക് കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന്, ഹിന്ദിയിലേ ഉള്ളൂ ഇത് സിനിമ നെറ്റ്ഫ്ലിക്സിൽ. താഴെ നമ്മുടെ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് സിനിമ കാണാം. നിങ്ങൾക്ക് എന്തായാലും കണ്ടു നനയാതെ ഈ സിനിമ മുഴുവൻ കണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.